നമസ്കാരം. നടൻ പൃഥ്വിരാജിന് എന്താണ് പറ്റിയത്? ഈ കഴിഞ്ഞ എമ്പുരാൻ ചെയ്യുന്നതിന് മുൻപ് മലയാള സിനിമയിലെ ഒരു വലിയ നിർമ്മാതാവ് ഒരു കാര്യം പറഞ്ഞു. വലിയ ചിത്രങ്ങൾ, വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ, ആക്ഷൻ സിനിമകൾ, അതുപോലെ തെന്നിന്ത്യനിലെ പാൻ ഇന്ത്യൻ സിനിമകൾ, ഇതൊക്കെ സംവിധാനം ചെയ്യാൻ മലയാളത്തിൽ ആരാ ഉള്ളത്? അത് പൃഥ്വിരാജ്. രാജുവിനെ അതിന് കഴിയുള്ളൂ എന്നുള്ള ഒരു വിലയിരുത്തൽ 2-3-4 വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിലെ ഒരു പ്രമുഖ നിർമ്മാതാവ് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ആ പൃഥ്വിരാജിന് എന്താ പറ്റിയിരിക്കുന്നത്? മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും പടുത്തുയർത്തിയ വലിയൊരു താരപദവിയുണ്ട്. 100 കണക്കിനും 300 അല്ലെങ്കിൽ അതിലധികം സിനിമകൾ നായകന്മാരായി അഭിനയിച്ച് മലയാളത്തിൽ നിന്ന് സ്ഥിരപ്രതിഷ്ഠ നേടി ലോകത്തിൻ്റെ നെറുകയിലെത്തിയ 2 മഹാനടന്മാരാണ്. അപ്പോൾ ആ പരമ്പരയിൽ അതിനുശേഷം വന്ന യുവനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ നടനാണ് പൃഥ്വിരാജ്. അറിവ് കൊണ്ടും ശേഷി കൊണ്ടും സൗന്ദര്യം കൊണ്ടുമൊക്കെ മലയാളികളെ ആകർഷിച്ച് മലയാളികൾക്ക് പ്രിയപ്പെട്ട ആ പൃഥ്വിരാജ് ഏതാണ്ട് 100 സിനിമകളിൽ അഭിനയിച്ചു. 100 സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചു. മറ്റ് അതിനോടൊപ്പം സഞ്ചരിച്ച് വന്നിട്ടുള്ള നായക നടന്മാരൊന്നും ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ അതുപോലെ അത്രയും ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടില്ല. പൃഥ്വിരാജ് 100 സിനിമകളിലേറെ അഭിനയിച്ച് മലയാളത്തിലെ ഇവർക്ക് പിന്നാലെ ഈ സിംഹാസനത്തിലിരിക്കാൻ കെൽപ്പുള്ള എല്ലാ കഴിവുകളുമുള്ള ഈ നടന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹം ഇവിടെ ഇല്ല. മലയാള സിനിമകൾ മാറിയും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ ചെയ്യേണ്ട, വളരെ ഡിഫറൻ്റായിട്ടുള്ള കഥകൾ എടുത്തു ചെയ്യേണ്ടെന്ന ഈ നടൻ തമിഴിലും ഹിന്ദിയിലും ബോളിവുഡിലും ഒക്കെയുള്ള കരൺ ജോഹറിൻ്റെയും രാജമൗലിയുടെയും ഒക്കെ ഹിന്ദി സിനിമകളിലും ആ ഹിന്ദി സിനിമ അവിടെ ചെന്ന് കീഴടക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത്തരം സിനിമകളിൽ അവിടെ അഭിനയിച്ചിട്ട് അദ്ദേഹം ഇവിടെ വരികയാണ്. ഇതാ കണ്ടോ, ഇവിടെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. നേരെ മറിച്ച് മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും മലയാളത്തിൽ അവരുടെ പ്രതിഭ തെളിയിച്ച് അവർ സ്ഥിരപ്രതിഷ്ഠ നേടി അവർ കേരളത്തിൻ്റെ അതിരും കടന്ന് ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ അവർ വെന്നിക്കൊടി പാറിച്ചത് അവരുടെ സ്വത്വം, അവർ നിൽക്കുന്ന തറ കേരളമാണ്, മലയാളമാണ്, മലയാളത്തിൻ്റെ നടനാണ് എന്നുള്ള സ്വത്വം അവർ തിരിച്ചറിഞ്ഞ് അവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് ചെയ്യുന്നത് എന്താ? പൃഥ്വിരാജിൻ്റെ സ്വത്വം അദ്ദേഹം മറന്നിട്ട്, അദ്ദേഹത്തിൻ്റെ നിലപാട് തറ ഇതാണെന്നുള്ളത് മറന്നിട്ട് അദ്ദേഹം ബോംബെയിൽ പോയി താമസിക്കുകയാണ്. അവിടെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ബോളിവുഡിലെ വലിയ താരരാജാക്കന്മാർ താമസിക്കുന്ന ഇടത്താണ് പൃഥ്വിരാജ് താമസിക്കുന്നത്. വളരെ സന്തോഷം, നമുക്കൊക്കെ നല്ലതാണ്, ഇഷ്ടമാണ്, കൊള്ളാം. പക്ഷേ അവിടെങ്ങും ആരും ശ്രദ്ധിക്കത്തില്ല. എത്ര കെടികെട്ടിയ ആളുകൾ പോയാലും അവിടെ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് കഴിവ് തെളിയിച്ച് മോഹൻലാലിൻ്റെ ഒരു സീനിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ ഹിന്ദിയിലെ വലിയ വലിയ നടന്മാർ കൊതിക്കുക, മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ കൊതിക്കുകയാണ്. കാരണം അങ്ങനെയാണ് അവർ അവരുടെ ആ ഒരു കരിയർ വളർത്തിയെടുത്തുകൊണ്ട് വന്നത്. അവിടെ ചെന്നല്ല അവരെ കീഴ്പ്പെടുത്തേണ്ടത്. ഇവിടെ നിന്ന് വളർന്നു വേണം പൃഥ്വിരാജ് പോകേണ്ടത്. പൃഥ്വിരാജ് എന്തായി കാണിക്കുന്നത്? ഏറ്റവും കൂടുതൽ അറിവുള്ള ചെറുപ്പക്കാരായ നടന്മാരിൽ പാണ്ഡിത്യം, നല്ല അറിവ്, കാര്യങ്ങളെ തിരിച്ചറിയാനും അത് നടപ്പിലാക്കാനുമുള്ള കഴിവ്, പരന്ന വായന, ഇതൊക്കെ പൃഥ്വിരാജിനുണ്ട്. അദ്ദേഹത്തിനോടൊരു കാര്യം നമ്മൾ സംസാരിച്ച് തെറ്റാണെങ്കിൽ അത് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളത് സമർത്ഥിച്ച് കൃത്യമായി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ആ ബുദ്ധിയുള്ള പൊന്മാൻ ആറ്റരികത്ത് മുട്ടയിടും എന്ന് പറഞ്ഞ പോലെയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ഈ ബോളിവുഡിൽ പോയി ഈ സിനിമകൾ ചെയ്ത് ഒരു ചൂത്തയായി മാറുന്നത്. ഇവിടെ ഇപ്പം മലയാളത്തിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ള ഒരു സ്പേസ് അദ്ദേഹം കളഞ്ഞിട്ട് പോവുകയാണ്. നന്ദനം പോലെ ഒരു സിനിമയിൽ നല്ല മനോഹരമായിട്ട് ഒരു നാടൻ മുഖശ്രീയുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം. ആ തുടക്കം വന്ന ആ കുറുകിയിട്ട് നിൽക്കുന്ന പൃഥ്വിരാജിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ എന്ന് പറഞ്ഞാൽ അന്നാക്കാലത്ത് നമ്മളൊക്കെ എഴുതി. അത്ര സൗന്ദര്യവും അത്ര സ്നേഹവും അത്ര ലാളിത്യവും ഒക്കെ ഉള്ള പൃഥ്വിരാജ് എവിടെ പോയി? വലിയ അഭിനയത്തിൻ്റെ നെറുകയിലൊന്നുമല്ല നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ഉണ്ട്. വലിയൊരു ആക്ടറായും വലിയൊരു ഭയങ്കരമായ അങ്ങനെയല്ല, വേണ്ടതെല്ലാം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ചെന്ന് അവിടെ നിന്ന് കീഴടക്കി ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് പൃഥ്വിരാജ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അമേരിക്കൻ അംബാസഡറും ഉഗാണ്ടൻ അംബാസഡറും UN സമിതിയിൽ വന്നിരിക്കുന്നു.
അപ്പോൾ ഇവർ തമ്മിൽ അജഗജാന്തരമായ വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഉഗാണ്ടൻ അംബാസഡർ എന്ന് പറയുമ്പോൾ അയാൾ ആ ഉഗാണ്ട എന്ന് പറയുന്നത് കൊച്ചു രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അയാൾ അവിടെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. നേരെ മറിച്ച് അയാൾ അമേരിക്കയിൽ പോയി ജോലി ചെയ്തിട്ട് അമേരിക്കൻ അംബാസഡറിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ട് കൂടെ പോയി നിന്നാൽ അവിടെ ആരും മൈൻഡ് ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് അത് എനിക്ക് മനസ്സിലാകുന്നില്ല. പൃഥ്വിരാജിന് ഇത്രയും ബുദ്ധിയുള്ള പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പോലും ഇതിൻ്റെ കാഴ്ചപ്പാട് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നത്, അതായത് ഇത് ഇന്ത്യയുടെ പുറത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ ബോളിവുഡിലെ അവരെയൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ലൂസിഫർ അങ്ങനല്ല. ലൂസിഫർ ഇവിടെ മുണ്ട് മടക്കി കുത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നു. മധ്യ തിരുവിതാംകൂറിലെ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഫണ്ടിങ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു നേതാവ്, ഒരു അണ്ടർവേൾഡ്, ഇതൊക്കെയാണ് മോഹൻലാലിനെ അങ്ങനെയാണ്. അതാണ് ആ ലൂസിഫറിൻ്റെ വിജയം. അവിടെ നിന്ന് ഒരു ഖുറേഷി എന്ന് പറഞ്ഞ് ലോകത്തെ അധോലോക സംഘങ്ങളുടെ വലിയ വലിയ ഏതോ രാജ്യങ്ങളിലൊക്കെ പോയി ഒളിത്താവളങ്ങളിലിരുന്ന് വെടിവെക്കുന്ന തരത്തിൽ എടുക്കത്തില്ല അത് അങ്ങനെ. അപ്പോൾ അതുപോലത്തെ മോഹൻലാലിന് ചെയ്യുമ്പോൾ അതാണ് മോഹൻലാൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സത്വം. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ അത്തരം ഒരു ഔട്ട്ലുക്ക് തന്നെ മാറണം. കാര്യം മലയാളത്തിൽ നിന്ന് ഇപ്പോൾ പാവാട എന്ന് പറഞ്ഞൊരു സിനിമ പൃഥ്വിരാജ് ചെയ്തു, എത്ര മനോഹരമായിരുന്നു, എല്ലാവർക്കും എന്ത് ഇഷ്ടമായിരുന്നു. അതിനെ തുടർന്ന് എന്തെല്ലാം വൈജാത്യമുള്ള ഒരു കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ MTയുടെ സിനിമകളും പത്മനാഭൻ്റെ സിനിമകളും ഒക്കെ ചെയ്തു വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അവരുടെ അഭിനയ ജീവിതത്തിന്. അത്തരം ഒരു ഘട്ടത്തിലൂടെയാണ് അയാൾ 15 വർഷമോ അല്ലെങ്കിൽ ഇത്ര വർഷമായി അങ്ങനെ ചില സിനിമകൾ ചെയ്യേണ്ട ചില പെർഫെക്ഷനോടുകൂടി വളരെ മലയാളിത്വമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ചില കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യേണ്ടുന്ന ഒരു പരുവത്തിലാണ് അദ്ദേഹം പോയിട്ട് ഈ കളിയെല്ലാം കളിക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൃഥ്വിരാജ് പുനർവിചിന്തനം നടത്തണം. മലയാളത്തിൻ്റെ സത്വം, അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം കേരളമാണ്. ആ കേരളത്തിൽ നിന്നുകൊണ്ട് വേണം, അവിടെ ചുവടുറപ്പിച്ചുകൊണ്ട് വേണം അദ്ദേഹം ലോകം കീഴടക്കേണ്ടത്.